നമസ്കാരം. പ്രധാന വാർത്തകൾ. തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ നേരിടും. എൻഡിഎക്ക് പുതിയ സ്ഥാനാർത്ഥിയെ കാത്ത് പൂരനഗരി. UDF സ്ഥാനാർത്ഥികളായ TN പ്രതാപനും രമ്യ ഹരിദാസും ബെന്നി ബെഹനാനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാജാജി മാത്യുവിന്റെ പത്രികാ സമർപ്പണം ചൊവ്വാഴ്ച. ചാലക്കുടിയിൽ മത്സരിക്കില്ലെന്ന് ജേക്കബ് തോമസ്. മുപ്ലിപ്പുഴ വറ്റി വരണ്ടതോടെ മറ്റത്തൂർ കാരിക്കടവ് ആദിവാസി കോളനിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പുഴയിൽ കുഴിയുണ്ടാക്കി തെക്കിയെടുക്കുന്ന വെള്ളമാണ് ആദിവാസി കുടുംബങ്ങൾക്ക് ആശ്രയം. ഈ മാസം പകുതിയോടെ സംസ്ഥാനത്ത് വേനൽ മഴ എത്തുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. കരുവന്നൂരിൽ യുവാവിനും ദേശമംഗലത്ത് പോസ്റ്റ് വുമണിനും സൂര്യതപമേറ്റു. തൃപ്രയാർ തേവരുടെ എഴുന്നള്ളത്താനയായ ദേവസ്വം ബാലരാമൻ ചെരിഞ്ഞു. വിട പറഞ്ഞത് തേവരുടെയും ഭക്തരുടെയും പ്രിയപ്പെട്ട ആന. ബദൽ നയത്തോടുകൂടിയുള്ള സെക്യുലർ സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJPയെ അധികാരത്തിൽ നിന്നൊഴിവാക്കാൻ കോൺഗ്രസ് പര്യാപ്തമല്ലെന്നും മുഖ്യമന്ത്രി. പാലിയേക്കര ടോൾ പ്ലാസയിലെ ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ട് നടത്തിവന്ന ബസ് സമരം പിൻവലിച്ചു. ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ഞാൻ റിയ മേരി. വാർത്തകൾ വിശദമായി. തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ നേരിടും. BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷായാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. NDA ദേശീയ നേതൃത്വം പറഞ്ഞാൽ വയനാട്ടിലേക്ക് മാറാൻ തയ്യാറാണെന്ന് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരുന്നു. വയനാട്ടിലേക്ക് തുഷാർ മാറിയതോടെ തൃശൂരിൽ NDAയ്ക്ക് പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ട സാഹചര്യമാണ് ഉള്ളത്. ഈ സീറ്റ് BDJSൽ നിന്ന് BJP ഏറ്റെടുക്കുമെന്നാണ് സൂചന. BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ്, അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, KP ശ്രീശൻ, MT രമേശ് എന്നിവരെയാണ് തൃശൂരിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാവിലെ 11:15 DCC ഓഫീസിൽ നിന്ന് നേതാക്കളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെ പ്രകടനമായാണ് പ്രതാപൻ കളക്ടറേറ്റിലെത്തിയത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, KP വിശ്വനാഥൻ, കേരള കോൺഗ്രസ് M നേതാവ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, മുസ്ലിം ലീഗ് നേതാവ് CH റഷീദ് എന്നിവരോടൊപ്പമാണ് പ്രതാപൻ പത്രിക സമർപ്പിക്കാനെത്തിയത്. തെരഞ്ഞെടുപ്പ് മുഖ്യ വരണാധികാരിയായ കളക്ടർ TV അനുപമയ്ക്ക് 4 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. തുടർന്ന് ഹരിത പ്രോട്ടോകോൾ പ്രകാരം കളക്ടറേറ്റ് അങ്കണത്തിൽ വൃക്ഷത്തൈയും നട്ടാണ് മടങ്ങിയത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി പുലർച്ചെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തൊഴുത ശേഷം തൃശൂർ പുത്തൻപള്ളിയിൽ പ്രാർത്ഥന നടത്തി. ചെട്ടിയങ്ങാടി പള്ളിയിൽ ഇമാമിന്റെ അനുഗ്രഹം തേടിയ ശേഷം കൂർക്കഞ്ചേരി ക്ഷേത്രത്തിൽ പൂജ നടത്തി ദേവസ്വം ഭാരവാഹികളുടെ അനുഗ്രഹവും വാങ്ങി. K. കരുണാകരന്റെ ശവകുടീരത്തിലും CN ബാലകൃഷ്ണന്റെ വസതിയിലുമെത്തി പുഷ്പാർച്ചന നടത്തി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ IP പോൾ, K. ഗിരീഷ് കുമാർ, A. പ്രസാദ, രവി താണിക്കൽ എന്നിവരും പ്രതാപനോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നീടാണ് DCC ഓഫീസിലെത്തി പ്രവർത്തകരോടൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പുറപ്പെട്ടത്. നാട്ടിക സ്വദേശിയായ സ്വാതന്ത്ര്യസമര സേനാനി CKG വൈദ്യരാണ് പ്രതാപന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള പണം നൽകിയത്. TCV തൃശൂർ. UDF സ്ഥാനാർത്ഥികളായ രമ്യ ഹരിദാസും ബെന്നി ബെഹനാനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസ് പാലക്കാട് കളക്ടർക്കാണ് പത്രിക സമർപ്പിച്ചത്. അഞ്ഞിലക്കര MLA അടക്കമുള്ള നേതാക്കൾക്കൊപ്പം എത്തിയാണ് രമ്യ പത്രിക സമർപ്പിച്ചത്. ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ എറണാകുളം കളക്ടർക്ക് പത്രിക സമർപ്പിച്ചു. എൽദോസ് കുന്നപ്പള്ളി അടക്കമുള്ള നേതാക്കൾ അടക്കമാണ് ബെന്നി ബെഹനാൻ പത്രികാ സമർപ്പണത്തിനെത്തിയത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ CPIML റെഡ് സ്റ്റാർ സ്ഥാനാർത്ഥി ND വേണു, BSP സ്ഥാനാർത്ഥി TC നിഖിൽ എന്നിവരും പത്രിക സമർപ്പിച്ചു. തൃശൂർ ലോക്സഭ LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് ചൊവ്വാഴ്ച പത്രിക സമർപ്പിക്കും. ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥി ഇന്നസെന്റും ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി PK ബിജുവും കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രിക സമർപ്പിച്ചിരുന്നു. വനത്തിലൂടെ ഒഴുകുന്ന മുപ്ലിപ്പുഴ വറ്റി വരണ്ടതോടെ മറ്റത്തൂർ പഞ്ചായത്തിലെ കാരിക്കടവ് ആദിവാസി കോളനിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. പുഴയിൽ കുഴിയുണ്ടാക്കി അതിൽ നിന്ന് തെക്കിയെടുക്കുന്ന വെള്ളവും ആഴ്ചയിലൊരിക്കൽ ജനമൈത്രി പോലീസ് വാഹനത്തിൽ എത്തിച്ചു കൊടുക്കുന്ന വെള്ളവുമാണ് കോളനിയിലെ ആദിവാസി കുടുംബങ്ങൾക്ക് ആശ്രയം. മലയർ വിഭാഗക്കാരായ 16 കുടുംബങ്ങളാണ് കാരിക്കടവ് ആദിവാസി കോളനിയിൽ താമസിക്കുന്നത്. കുറുമാലിപ്പുഴയുടെ കൈവഴിയായ മുപ്ലിപ്പുഴയോരത്താണ് കോളനി സ്ഥിതി ചെയ്യുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിലെ വടക്ക് കിഴക്കേ കോണിലുള്ള ചൊക്കന വാർഡിൽപ്പെട്ട ഈ കോളനിയിൽ വേനൽ ആരംഭത്തോടെ തന്നെ
പുഴയും കോളനിയിലുള്ള കിണറുകളും വറ്റിപ്പോകും. പിന്നെ പുഴയിൽ കുഴിയുണ്ടാക്കി അതിൽ നിന്ന് കോരിയെടുക്കുന്ന വെള്ളമാണ് ഇവർ ഉപയോഗിക്കാറുള്ളത്. വെള്ളം കിട്ടാനും ബുദ്ധിമുട്ട്, കുഴി കുത്തി ഞങ്ങൾ വെള്ളം എടുക്കണം. ഭയങ്കര ക്ഷാമമായി തീർന്നു വെള്ളത്തിന്. കാരിക്കടവ് കോളനിക്കാരുടെ ദുരിതം പരിഹരിക്കുന്നതിനായി 2 വർഷം മുൻപ് ജനമൈത്രി പോലീസ് പുതിയൊരു പദ്ധതി ഇവിടെ നടപ്പാക്കിയിരുന്നു. ജില്ലാ പോലീസിന്റെ കീഴിലുള്ള മെഴ്സി കോപ്സിന്റെ സഹായത്തോടെയായിരുന്നു കോളനിയിലെ ജലക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത്. ഇതിന്റെ ഭാഗമായി കോളനിയിലെ 2 കിണറുകളുടെയും ആഴം കൂട്ടുകയും ആൾമറ കെട്ടി സംരക്ഷിക്കുകയും ചെയ്തു. കിണറുകളോട് ചേർന്ന് മോട്ടോർ ഷെഡുകളും നിർമ്മിച്ചു. ഇവിടെ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം കോളനിയുടെ പ്രവേശന കവാടത്തിന് സമീപം ഉയരത്തിൽ നിർമ്മിച്ച ജലസംഭരണിയിലേക്ക് എത്തിച്ച് വിതരണം ചെയ്യാൻ സംവിധാനമുണ്ടാക്കി. 10,000 ലിറ്റർ സംഭരണശേഷിയുള്ള 2 ടാങ്കുകളാണ് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കോളനിയിൽ സ്ഥാപിച്ചത്. ഇതിന്റെ ഭാഗമായി മുഴുവൻ വീടുകളിലും ടാപ്പുകളും സ്ഥാപിച്ചു. കഴിഞ്ഞ പ്രളയത്തിൽ കിണറുകളിലൊന്ന് പുഴവെള്ളം നിറഞ്ഞ് മലിനമാകുകയും മോട്ടോർ കേടുവരികയും ചെയ്തിരുന്നു. പ്രളയശേഷം കിണറുകൾ വൃത്തിയാക്കുകയും മോട്ടോറുകൾ നന്നാക്കി പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്തെങ്കിലും പതിവില്ലാത്ത വിധം ഇത്തവണ വേനൽ കടുത്തത് പുഴയും കിണറുകളും നേരത്തെ തന്നെ വറ്റിവരളാൻ കാരണമായി. കാരിക്കടവ് കോളനിയിൽ ഇതേപോലൊരു അവസ്ഥ ഇത് മുൻകാലത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം ഇപ്പോൾ ഈ വർഷവും ഈ വെള്ളപ്പൊക്കം ഇതൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ കാരിക്കടവ് കോളനി ആദിവാസികൾ തന്നെ കുടിവെള്ളത്തിന് വളരെ രൂക്ഷമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് ഉള്ള ഒരു സമയമാണ്. ഇപ്പോൾ ജനമൈത്രി പോലീസ് കൂടെ 2 ട്രിപ്പ് വെള്ളം കൊണ്ട് തരും. ആ വെള്ളം കൊണ്ടൊന്നും ഞങ്ങൾക്ക് ഈ 15 വീട്ടുകാർക്ക് തികയില്ല. അതിൻ്റെ പേരിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് ഞാൻ ഈ കാരിക്കടവ് ആദിവാസി കോളനിയിൽ ഇവിടുത്തെ ജനങ്ങളും ഉള്ള ആളുകളും കഴിയുന്നത്. കാരിക്കടവ് കോളനിയിലെ ജലക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണാൻ നടപടി ഉണ്ടാകണമെന്നാണ് ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യം. TCV കൊടകര. കൊടും ചൂട് തുടരുന്നതിനിടെ ഈ മാസം പകുതിയോടെ സംസ്ഥാനത്ത് വേനൽ മഴ എത്തുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. 3 ദിവസത്തിനുള്ളിൽ വിവിധയിടങ്ങളിൽ മഴ പെയ്യുമെന്നാണ് വിലയിരുത്തൽ. അൾട്രാവയലറ്റ് കിരണങ്ങളുടെ തോത് കൂടുന്നതാണ് നിലവിലെ അത്യുഷ്ണത്തിന് കാരണമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ പക്ഷം. പ്രകൃതി ചൂഷണത്തിന്റെ ഫലമായി ഓസോൺ തന്മാത്രകളുടെ അളവ് കുറഞ്ഞതിനെ തുടർന്ന് അൾട്രാവയലറ്റ് രശ്മികൾ കൂടുതലായി പതിക്കുന്നതാണ് വെയിലിനെ ഇത്ര അപകടകരമാക്കുന്നത്. പ്രളയവും നിലവിലെ കൊടും ചൂടും തമ്മിൽ ബന്ധമുണ്ടോ എന്നറിയാൻ ശാസ്ത്രീയ പഠനം നടത്തേണ്ടതുണ്ടെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഏപ്രിൽ പകുതിയോടെ വേനൽ മഴ കിട്ടുമെന്നാണ് നിലവിലെ പ്രതീക്ഷ. കൊടും ചൂടിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രതാ നിർദ്ദേശം തുടരണം എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കരുവന്നൂരിൽ യുവാവിന് സൂര്യതപമേറ്റു. കരുവന്നൂർ പനംകുളം സ്വദേശി കുണ്ടായിൽ വീട്ടിൽ മുരളീധരനാണ് ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ സൂര്യതപമേറ്റത്. വീട്ടിൽ നിന്നും കടയിൽ പോയി വന്നയുടനെ ചുമലിൽ ചുട്ടുനീറ്റൽ അനുഭവപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ സൂര്യതപമേറ്റതാണെന്ന് സ്ഥിരീകരിച്ചു. ദേശമംഗലം തലശ്ശേരിയിലെ പോസ്റ്റ് വുമണിന് തപാൽ വിതരണത്തിനിടെ സൂര്യതപമേറ്റു. തലശ്ശേരി സ്വദേശിയായ സിന്ധു വിപിൻ ലാലിനാണ് സൂര്യതപമേറ്റത്. തലശ്ശേരി പാടശേഖരത്തിലൂടെ തപാൽ വിതരണം നടത്തുന്നതിനിടെയാണ് സൂര്യതപമേറ്റത്. തൃപ്രയാർ തേവരുടെ എഴുന്നള്ളത്താനയായ ദേവസ്വം ബാലരാമൻ ചെരിഞ്ഞു. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു ആന ചെരിഞ്ഞത്. ആന അസ്വസ്ഥത പ്രകടിപ്പിച്ചു തുടങ്ങിയപ്പോൾ വെറ്റിനറി ഡോക്ടർ ഗിരിദാസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്. മാസങ്ങളായി ഊരകം ക്ഷേത്രത്തിനടുത്തുള്ള ദേവസ്വം പറമ്പിൽ ചികിത്സയിലായിരുന്നു. തൃപ്രയാർ തേവരുടെ പ്രിയപ്പെട്ട ആന ചെരിഞ്ഞ വാർത്ത കേട്ട് 100 കണക്കിന് ആളുകളാണ് അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മോഹനൻ, ഡെപ്യൂട്ടി കമ്മീഷണർ രാജേന്ദ്ര പ്രസാദ്, വിവിധ ക്ഷേത്ര സമിതി ഭാരവാഹികൾ, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ്, മേള പ്രമാണിമാരായ പെരുവനം കുട്ടന്മാരാർ, പെരുവനം സതീശന്മാരാർ, ചെറുശ്ശേരി കുട്ടന്മാരാർ തുടങ്ങി ഒട്ടേറെ പേർ അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു. 30 വർഷത്തിലധികമായി പെരുവനം ആറാട്ടുപുഴ പൂരത്തിന് ബാലരാമൻ തേവരുടെ എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ ഭക്തിയും ബഹുമാനവും ആദരവും നേടിയ ഗജശ്രേഷ്ഠനായിരുന്നു ബാലരാമൻ. തൃപ്രയാർ ക്ഷേത്രത്തിലെ ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും കാണാപാഠമായിരുന്ന ബാലരാമന് ശീവേലി എഴുന്നള്ളിപ്പിന് പാപ്പാൻ ഇല്ലെങ്കിൽ പോലും ഭംഗിയായി ചടങ്ങുകൾ നിർവഹിക്കാനാകുമായിരുന്നു. 3 പതിറ്റാണ്ട് കാലത്തോളം തേവരുടെ തിടംപേറ്റിയ ഗജരത്നം തൃപ്രയാർ ബാലരാമൻ പൂരപ്രേമികൾക്കിനി കണ്ണീരോർമ്മ. ആറാട്ടുപുഴ പൂരച്ചടങ്ങുകളിലും തൃപ്രയാർ തേവരുടെ നിത്യനിദാന ചടങ്ങുകൾക്കും വിഘ്നം വരുത്താത്ത വിശ്വസ്തനായിരുന്നു തൃപ്രയാർ ബാലരാമൻ. 1960 മെയ് 4 തൃപ്രയാർ ബാലരാമനെ ഉടമസ്ഥനായ അന്തിക്കാട് തണ്ടാശ്ശേരി വീട്ടിൽ രാമനാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ നടയിരുത്തിയത്. നടയിരുത്തിയ ആനയ്ക്ക് ഉടമസ്ഥന്റെ പേരായ രാമനും ദേവസ്വം ഓഫീസറുടെ പേരിലെ ബാലനും ചേർത്ത് ബാലരാമൻ എന്ന പേര് സമ്മാനിച്ചു.
12ാം വയസ്സിൽ നടയിരുത്തിയ ആന തുടർന്നങ്ങോട്ട് ഭഗവാന്റെ വിശ്വസ്തനായി തുടർന്നത് പൂരപ്രേമികൾക്ക് ആനന്ദമേകുന്ന കാഴ്ചയായിരുന്നു. മകീരം പുറപ്പാട് മുതൽ ആറാട്ടുപുഴ ദേവസംഗമം കഴിഞ്ഞുള്ള ഉത്തരം വിളക്ക് ചടങ്ങുകളടക്കം തൃപ്രയാർ ബാലരാമന് മനഃപ്പാടമായിരുന്നു. മകീരം പുറപ്പാടിന്റെ 4ാം ദിവസം പടിഞ്ഞാറേക്കരയിൽ നടക്കുന്ന പൈനൂർപ്പാടത്തെ ചാലുകുത്തൽ ചടങ്ങ് തൃപ്രയാർ ബാലരാമന്റെ പ്രൗഢി വിളിച്ചോതും. കോതകുളം ആറാട്ട് കഴിഞ്ഞെത്തുന്ന തേവരുടെ സ്വർണ്ണക്കോലം വഹിച്ച തൃപ്രയാർ ബാലരാമൻ അവകാശികളായ കണ്ണോത്ത് തറവാട്ടുവക 1 സെന്റ് ഭൂമിക്ക് ചുറ്റുമായി ചാലുകുത്തുന്നത് കാണാൻ നൂറുകണക്കിന് ഭക്തരാണ് ഉണ്ടാകാറുള്ളത്. ശംഖുനാദം മുഴങ്ങുന്ന നിമിഷം തൃപ്രയാർ ബാലരാമൻ മുന്നോട്ടാഞ്ഞ് തന്റെ കൊമ്പുകളാൽ 3 തവണ മണ്ണ് കുത്തിയെടുക്കുന്ന കാഴ്ച ഭക്തർക്ക് നൽകിയത് ആത്മാനുഭൂതിയായിരുന്നു. 2015 നടന്ന ചാലുകുത്തൽ ചടങ്ങിൽ തൃപ്രയാർ ബാലരാമൻ 4 തവണ മണ്ണ് കുത്തിയെടുത്തത് കൗതുക കാഴ്ചയായി. 2010 മാർച്ച് 22 ഗജരത്ന പട്ടം നൽകിയാണ് ഭക്തർ തൃപ്രയാർ ബാലരാമനെ ആദരിച്ചത്. ചികിത്സയിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സേവ് ബാലരാമൻ എന്ന പേരിൽ തൃപ്രയാറിൽ ക്യാമ്പയിൻ നടത്താനിരിക്കെ ഈ ഗജരാജൻ ഓർമ്മയായത് പൂരപ്രേമികളെ നൊമ്പരത്തിലാഴ്ത്തി. TC വിനോസ്, തൃപ്രയാർ. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകളിലേക്ക്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബദൽ നയത്തോടു കൂടിയുള്ള സെക്യുലർ സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വലപ്പാട് ചന്തപ്പടിയിൽ നടന്ന തീരദേശ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കോൺഗ്രസിന്റെ ഇന്നത്തെ ദയനീയ അവസ്ഥ BJPയെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കാൻ തടസ്സമാകില്ല. ബദൽ നയത്തോടു കൂടിയുള്ള സെക്യുലർ ഗവൺമെന്റിനായാണ് ഇടത് പ്രസ്ഥാനങ്ങൾ നിലകൊള്ളുന്നത്. മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് അതിനെ പിന്തുണയ്ക്കുകയല്ല ചെയ്യുന്നത്. വർഗീയതയെ എതിർക്കുന്നുവെങ്കിൽ മതനിരപേക്ഷതയിൽ ഊന്നി നിന്നുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കൈക്കൊള്ളാൻ കഴിയണം. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം BJP തകരും. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സ്ഥിതിഗതികൾ വെച്ചുകൊണ്ട് ബദൽ നയത്തോടു കൂടിയ ഒരു സെക്യുലർ ഗവൺമെന്റ് അധികാരത്തിൽ വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യേണ്ട നാട് നമ്മുടെ കേരളമാണ്. രാജ്യത്തിന്റെ അതിർത്തി പോലെ സംരക്ഷിക്കേണ്ടതാണ് കടൽ തീരവും. ഇക്കാര്യത്തിൽ സഹായിക്കേണ്ട കേന്ദ്ര സർക്കാർ ദുരന്തത്തിൽ പോലും സഹായം നൽകിയില്ല. എന്നാൽ ബദൽ നടപടികൾ സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കാനായി. തീരമേഖലയിൽ വിവിധ പദ്ധതികൾക്കായി 3000 കോടി രൂപയാണ് വരും മാസങ്ങളിലായി സർക്കാർ ചിലവഴിക്കുക. പ്രളയകാലത്തെ രക്ഷാപ്രവർത്തനത്തിലൂടെ നമ്മുടെ സ്വന്തം സൈന്യമായി മാറിയ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തു തന്നെ നൽകിയാലും അത് അധികമാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വൈക്കോലിൽ തീർത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശില്പം രാജേഷ് പുളിക്കൽ അദ്ദേഹത്തിന് ഉപഹാരമായി സമ്മാനിച്ചു. ഗീതാ ഗോപി MLA അധ്യക്ഷയായിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ മണ്ഡലം ലോക്സഭാ സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ്, CN ജയദേവൻ MP, KP രാജേന്ദ്രൻ, മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, VS സുനിൽകുമാർ, MLA മാരായ K രാജൻ, ET ടൈസൺ, പ്രൊഫസർ KU അരുണൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV, തൃപ്രയാർ. പാലീക്കര ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ തുടർന്ന് ആമ്പലൂർ മേഖലയിലെ ബസ് ജീവനക്കാരും ബസ് ഉടമകളും നടത്തിവന്ന സമരം ജില്ലാ കളക്ടർ TV അനുപമയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പിൻവലിച്ചു.
ടോൾ പ്ലാസയിൽ പ്രത്യേക ട്രാക്ക് ഇല്ലാത്തതിനാൽ സ്വകാര്യ ബസ്സുകൾ അനുഭവിക്കേണ്ടി വരുന്ന ഗതാഗത കുരുക്കും അനുബന്ധ പ്രശ്നങ്ങളും നാഷണൽ ഹൈവേ അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടറുമായി അടിയന്തരമായി ചർച്ച നടത്തുമെന്ന കളക്ടറുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. നാഷണൽ ഹൈവേ അതോറിറ്റി, ടോൾ പ്ലാസ ജീവനക്കാർ, പോലീസ് എന്നിവരെ ഉൾപ്പെടുത്തി കളക്ടർ ഉടൻ യോഗം വിളിച്ചു ചേർക്കും. സ്വകാര്യ ബസ്സുകൾക്ക് പ്രത്യേക ട്രാക്ക് അനുവദിക്കുന്ന കാര്യം ഉൾപ്പെടെ യോഗത്തിൽ ചർച്ച ചെയ്യും. ടോൾ പ്ലാസയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും ഇടപെടൽ നടത്തും. ടോൾ പ്ലാസയിലെ ഗതാഗതക്കുരുക്ക് തീരും വരെ ബസ് ജീവനക്കാരെ മത്സരയോട്ടത്തിന് നിർബന്ധിക്കില്ലെന്നും വരുമാനത്തിന്റെ കാര്യത്തിൽ കർക്കശ നിലപാട് സ്വീകരിക്കില്ലെന്നും ബസ് ഉടമകൾ വ്യക്തമാക്കി. തൃശൂർ വരന്തരപ്പള്ളി, തൃശൂർ കല്ലൂർ റൂട്ടിലെ 65ഓളം ബസ്സുകളാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി മുതൽ സമരം തുടങ്ങിയത്. അനുരഞ്ജന യോഗത്തിൽ ADM റെജി പി ജോസഫ്, BMS ജില്ലാ സെക്രട്ടറി MK ഉണ്ണികൃഷ്ണൻ, ജില്ലാ ട്രഷറർ രാമൻ, ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോയി, ആമ്പല്ലൂർ മേഖലാ ബസ് ഓണേഴ്സ് സെക്രട്ടറി ജോബി മന്നലി, ട്രഷറർ അബ്ദു തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കാറുള്ള തൃശൂർ പൂരം പ്രദർശനത്തിന് തുടക്കമായി. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കാറുള്ള 56ാമത് അഖിലേന്ത്യാ കാർഷിക വ്യവസായ വിദ്യാഭ്യാസ പ്രദർശനത്തിനാണ് തുടക്കമായത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലാണെന്നും ഇതിനുവേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരിശ്രമം നടക്കുന്നതായും AC മൊയ്തീൻ വ്യക്തമാക്കി. കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. മേയർ അജിത വിജയൻ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് AB മോഹനൻ, കോർപ്പറേഷൻ കൗൺസിലർ K മഹേഷ്, തൃശൂർ പൂരം പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് K സതീഷ് മേനോൻ, സെക്രട്ടറി P രാധാകൃഷ്ണൻ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ P ചന്ദ്രശേഖരൻ, സെക്രട്ടറി പ്രൊഫസർ M മാധവൻകുട്ടി, പാറമേക്കാവ് ദേവസ്വം വൈസ് പ്രസിഡന്റ് VM ശശി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി 3 ആനകളുടെ അകമ്പടിയോടെ മിനി പൂരവും നടന്നു. ഈ മാസം 7 മുതലാണ് ഔദ്യോഗിക പ്രദർശനം ആരംഭിക്കുക. ഇത്തവണ 190ൽ പരം സ്റ്റാളുകളും 60ഓളം പവലിയനുകളുമാണ് പ്രദർശന നഗരിയിൽ സജ്ജമാക്കുന്നത്. മെയ് 22-ന് തൃശൂർ പൂരം പ്രദർശനം സമാപിക്കും. മെയ് 13, 14 തീയതികളിലാണ് ഇത്തവണത്തെ തൃശൂർ പൂരം. TC വിനോസ്, തൃശൂർ. വെണ്ടൂരിൽ റിട്ടയേർഡ് SI കുഴഞ്ഞു വീണ് മരിച്ചു. മണ്ണമ്പേട്ട കുര്യത്താൻ പോൾസനാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. വെണ്ടൂരിൽ ബാഡ്മിന്റൺ കളിക്കുന്നതിനിടെ പോൾസൺ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വെള്ളിക്കുളങ്ങര സ്റ്റേഷനിലെ അഡീഷണൽ SI ആയിരിക്കെ കഴിഞ്ഞ മാസമാണ് പോൾസൺ വിരമിച്ചത്. KP വിശ്വനാഥൻ മന്ത്രിയായിരിക്കുമ്പോൾ ഗൺമാനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ചേർപ്പ് പെരുമ്പിള്ളിശ്ശേരിയിൽ 2 വയസ്സുള്ള കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ബാംഗ്ലൂർ സ്വദേശികളായ സുജേഷ്, നിഷ ദമ്പതികളുടെ മകനായ ദേവർഷനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇവർ ബാംഗ്ലൂരിൽ നിന്ന് വേനൽ അവധിക്കായി എത്തിയത്. തിരുവള്ളക്കാവ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ബന്ധുവായ പെരുമ്പിള്ളിശ്ശേരി കോരപ്പത്ത് ഹരിദാസിന്റെ വീട്ടിലെത്തിയതായിരുന്നു ഇവർ. വൈകിട്ട് കുട്ടിയെ കാണാതായതിനെ തുടർന്നുള്ള തിരച്ചിലിലാണ് കുട്ടിയെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത്. ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കേരളത്തിൽ നിന്ന് NDAയുടെ 6 അംഗങ്ങൾ ലോക്സഭയിലെത്തുമെന്ന് സുരേഷ് ഗോപി MP. NDA ഗുരുവായൂർ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. സാധാരണക്കാർക്കും പാവങ്ങൾക്കും ജീവിതത്തിൽ നേട്ടങ്ങൾ നൽകുന്ന മോദി ഭരണം തുടരണം. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ രാഹുലും പ്രിയങ്കയും പിണറായിയുമെല്ലാം അപ്രസക്തമാകും. മുന്നോക്കക്കാർക്കുള്ള 10% സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയത് രാജ്യത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി. ആ സാമ്പത്തിക സംവരണത്തിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് അടുത്ത ലോക്സഭയിൽ തിരുത്തുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ആരെന്ന് പറയാതെ കേന്ദ്ര ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് പ്രവർത്തകർക്ക് ആവേശം നൽകിയാണ് സുരേഷ് ഗോപി പ്രസംഗം അവസാനിപ്പിച്ചത്. സ്ഥാനാർത്ഥി ആരായാലും NDAയെ ജനങ്ങൾ നെഞ്ചിലേറ്റിയതിന്റെ തെളിവാണ് പരിപാടികളിൽ ജനപങ്കാളിത്തമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നഗരസഭയുടെ ക്ഷേത്രപ്രവേശന മൈതാനിയിൽ നടന്ന കൺവെൻഷനിൽ BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് KR അനീഷ് അധ്യക്ഷത വഹിച്ചു. PM ഗോപിനാഥ്, ദയാനന്ദൻ മാമ്പുള്ളി, അനീഷ് ഇയാൽ, ശോഭ ഹരിനാരായണൻ, രാജൻ തറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് വ്യാപാര സ്ഥാപനം കത്തിനശിച്ച സംഭവത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. അഗ്നിബാധയിൽ കെട്ടിടത്തിന് മുൻഭാഗം പൂർണ്ണമായും തകരുകയും പുറകുവശം കത്തിനശിക്കുകയും ചെയ്തു. ഭാവന തിയേറ്ററിന് സമീപത്തെ കെട്ടിടത്തിലാണ് അഗ്നിബാധയുണ്ടായത്.
ചൊവ്വന്നൂർ അയ്യപ്പത്ത് റോഡ് അപ്പുഞ്ഞന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ഓടിട്ട കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചു. കെട്ടിടത്തിലെ പുറകുവശത്തു നിന്നാണ് തീ പടർന്നത് എന്ന് കരുതുന്നു. തീ പിടിക്കുന്നതിന് മുൻപ് കടകളിൽ നിന്നും വലിയ ശബ്ദം കേട്ടതായി പറയുന്നുണ്ട്. ഫയർഫോഴ്സും കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള പുസ്തകങ്ങളാണ് കെട്ടിടത്തിലുണ്ടായിരുന്നത്. സ്റ്റോക്കുണ്ടായിരുന്ന പേപ്പറുകളും പുസ്തകങ്ങളും കത്തിനശിച്ചു. അപകടാവസ്ഥയിലുള്ള പഴയ കെട്ടിടങ്ങൾ സംബന്ധിച്ച് വിശദമായ പരിശോധനകൾ നടത്തുവാൻ നഗരസഭാ സെക്രട്ടറിക്ക് മന്ത്രി AC മൊയ്തീൻ നിർദ്ദേശം നൽകി. കുന്നംകുളത്ത് പഴയ കെട്ടിടങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കലാമണ്ഡലം നിർവാഹക സമിതി അംഗം TK വാസുവും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. മറ്റത്തൂരിലെ മലയോര പ്രദേശമായ പോത്തഞ്ചിറയിൽ കാട്ടാനകളിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. പോത്തഞ്ചിറ ഐപ്പൻപറമ്പിൽ കുന്നേൽ തോമസിന്റെ വീടിന് പുറകുവശത്തെ കൃഷിയിടത്തിലാണ് കാട്ടാനകളെത്തി കവുങ്ങുകൾ നശിപ്പിച്ചത്. ഇവരുടെ കൃഷിത്തോട്ടത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 15ലേറെ തവണ കാട്ടാനകളിറങ്ങി കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. 20ലേറെ തെങ്ങുകളാണ് പലപ്പോഴായി ഇവിടെ ആനകൾ നശിപ്പിച്ചതെന്ന് വീട്ടുകാർ പറഞ്ഞു. എന്തെങ്കിലും ഒരു നടപടി ഇതിന് പ്രത്യേകമായിട്ട് ഗവൺമെൻറ് എടുക്കുക തന്നെ ചെയ്യണം. ഈ കാട്ടാന ശല്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. ഈ കാട്ടാന ഇങ്ങനെ വന്ന് എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എവിടെ പോകും? ഞങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഇട്ടേച്ച് പോകാൻ പറ്റുമോ? ഞങ്ങൾക്ക് കുടുംബവും കാര്യങ്ങളൊക്കെ ഇല്ലേ? സർക്കാർ ഇതിന് വേണ്ട നടപടി എത്രയും വേഗം എടുക്കണമെന്നാണ് പറയുന്നത്. സമീപത്തുള്ള വാഴത്തോട്ടത്തിലും കാട്ടാനകൾ നാശമുണ്ടാക്കി. കവളയ്ക്കൽ സുബ്രൻ എന്ന കർഷകന്റെ വാഴത്തോട്ടത്തിലാണ് ആന നാശം വിതച്ചത്. പാട്ടത്തിനടുത്ത സ്ഥലത്ത് സുബ്രൻ കൃഷി ചെയ്ത 500ഓളം വാഴകളിൽ 20 എണ്ണത്തോളം നശിപ്പിച്ചിട്ടുണ്ട്. ശേഷിക്കുന്ന വാഴകൾ വീണ്ടും കാട്ടാനയെത്തി നശിപ്പിക്കുമെന്ന ഭീതിയിലാണ് സുബ്രൻ. 500 വാഴ ഞാൻ വെച്ചതാ. അതിൽ ഇപ്പം എനിക്ക് കൊല വെട്ടാനൊന്നും കിട്ടിയിട്ടില്ല. ഒക്കെ ആന നശിപ്പിച്ച് കളഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നഷ്ടപരിഹാരത്തിന് എഴുതി കൊടുത്തു. അത് ഇതുവരെ അതിൻ്റെ പൈസ കിട്ടി അങ്ങനെ യാതൊരു ഉണ്ടായിട്ടില്ല. ഈ മേഖലയിലെ ജനങ്ങൾ കാട്ടാനകളെ കൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥയിലാണ്. ദിവസേനയെന്നോണം മേഖലയിൽ കാട്ടാനകൾ ഒറ്റയ്ക്കും കൂട്ടമായി എത്തി കാർഷിക വിളകൾ നശിപ്പിക്കുകയാണ്. കർഷകരുടെ നിരന്തരമായ പരാതിയെ തുടർന്ന് ഫോറസ്റ്റ് അധികൃതർ ലക്ഷങ്ങൾ മുടക്കി വനാതിർത്തിയിൽ സോളാർ വൈദ്യുത വേലി സ്ഥാപിച്ചെങ്കിലും കാട്ടാനകളുടെ ശല്യത്തിന് കുറവുണ്ടായിട്ടില്ല. വേനൽ ചൂട് കടുത്ത് കാടുണങ്ങിയതോടെ വെള്ളവും തീറ്റയും തേടി കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് പതിവായിട്ടുണ്ട്. TCV ന്യൂസ് കൊടകര. ഇടവേള. സ്നേഹം ഞാനെന്നും പറയാതറിഞ്ഞതും ഉള്ളം പോലും വാചാലമാകും ഈ നിമിഷം. ഇത് അച്ഛന്റെ സെലക്ഷനാണ്. ഓരോ ദിവസവും 1000 ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ജോസ് ആലുക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. വാർത്തകൾ തുടരുന്നു. തൃശൂർ നഗരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നു. പോസ്റ്ററുകൾ കണ്ടെത്തിയ ഇടങ്ങളിലെ CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇതിനു പുറമെ പോസ്റ്ററുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറുകളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. മൊബൈൽ നമ്പറുകൾ വിശദമായി പരിശോധിക്കുന്നതിനായി സൈബർ സെല്ലിന്റെ സഹായവും അന്വേഷണ സംഘം തേടിയിട്ടുണ്ട്. വയനാട് വൈത്തിരിയിൽ വെടിയേറ്റ് മരിച്ച CP ജലീലിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യുക, തണ്ടർബോൾട്ട് സേനയെ പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ ദിവസമാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. പുരോഗമന യുവജന പ്രസ്ഥാനത്തിന്റെ പേരിലാണ് പോസ്റ്ററുകൾ സാഹിത്യ അക്കാദമി പരിസരം ഉൾപ്പെടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിച്ചതായാണ് കണ്ടെത്തിയത്. രാഹുൽ ഗാന്ധിയുടെ വരവോടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്
CPM അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി. കയ്പമംഗലത്ത് നടന്ന UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ പാർട്ടിയുടെ അധ്യക്ഷൻ മത്സരിക്കാനെത്തുന്നതിന് CPMന് എന്തിനാണ് വെപ്രാളമെന്നും അദ്ദേഹം ചോദിച്ചു. കോൺഗ്രസുമായി ഒരിടത്തും ഒരു ധാരണയുമില്ലെന്ന് പറഞ്ഞ് BJPക്ക് ജയിക്കാൻ സാഹചര്യമുണ്ടാക്കുകയാണ് CPM ചെയ്യുന്നത്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ 52% ഹിന്ദുക്കളാണെന്നിരിക്കെ വിഭാഗീയത ഉണ്ടാക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചത്. ഇങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന് വേണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കണം. 3 വർഷം കൊണ്ട് 30 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയതാണ് ഇടതു സർക്കാരിന്റെ ഏക നേട്ടമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. PB താജുദ്ദീൻ അധ്യക്ഷനായി. റോജി ജോൺ, ജോസ് വള്ളൂർ, അൻവർ സാദത്ത്, TU രാധാകൃഷ്ണൻ, NK അബ്ദുൽ സലാം, CJ പോൾസൺ, KF ഡൊമിനിക്, KK അഫ്സൽ, CC ബാബുരാജ്, CS രവീന്ദ്രൻ, VS ജോയ് തുടങ്ങിയവരും സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി കൂറ്റനാട് തെക്കേ വാവന്നൂർ പൊട്ടക്കുഴിയില്ലത്ത് കൃഷ്ണൻ നമ്പൂതിരി ചുമതലയേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി അത്താഴപൂജയും തൃപ്പുകയും കഴിഞ്ഞ ശേഷമായിരുന്നു മേൽശാന്തി മാറ്റം നടന്നത്. നമസ്കാര മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ മേൽശാന്തിയായിരുന്ന കലിയത്ത പരമേശ്വരൻ നമ്പൂതിരി സ്ഥാനചിഹ്നമായ താക്കോൽക്കൂട്ടം വെള്ളിക്കുടത്തിൽ സമർപ്പിച്ച് സ്ഥാനമൊഴിഞ്ഞു. ക്ഷേത്രം ഒരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സ്ഥാനചിഹ്നം കൃഷ്ണൻ നമ്പൂതിരിക്ക് കൈമാറി. തുടർന്ന് പൊട്ടക്കുഴി കൃഷ്ണൻ നമ്പൂതിരി ശ്രീലകത്ത് കയറി ഭഗവാന് മുന്നിൽ താക്കോൽക്കൂട്ട സമർപ്പിച്ച് ചുമതല ഏറ്റെടുത്തു. പുതിയ മേൽശാന്തി ഇനി 6 മാസം ക്ഷേത്രത്തിനകത്തുനിന്ന് പുറത്തിറങ്ങാതെ പൂജകളുമായി കഴിയും. മേൽശാന്തി മാറ്റം നടക്കുന്നതിനാൽ കഴിഞ്ഞ ദിവസം രാത്രി ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് ഉണ്ടായിരുന്നില്ല. തൃശൂർ ജവഹർ ബാലഭവന്റെ ഈ വർഷത്തെ അവധിക്കാല ക്യാമ്പ് കളിവീടിന് തുടക്കമായി. കുട്ടികളുടെ പ്രിയപ്പെട്ട കഥാകാരി സുമംഗല ഒഴിവുകാല ഉത്സവമായ കളിവീട് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് കഥ പറഞ്ഞുകൊണ്ടായിരുന്നു സുമംഗലയുടെ ഉദ്ഘാടന പ്രസംഗം. ബാലഭവനിൽ സ്ഥാപിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമ P. ചിത്രൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ജയരാജ് വാര്യർ മുഖ്യാതിഥിയായിരുന്നു. ചലച്ചിത്ര താരം കൃപ, ബാലഭവൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൃഷ്ണൻകുട്ടി, പ്രോഗ്രാം ചെയർമാൻ V. മുരളി, കൗൺസിലർ K. മഹേഷ്, ബാലഭവൻ ഭരണസമിതി അംഗം CR ദാസ്, പ്രിൻസിപ്പൽ E. നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഏപ്രിൽ 1 മുതൽ മെയ് 27 വരെയാണ് അവധിക്കാല ക്ലാസുകൾ. ബാലോത്സവമായാണ് ജവഹർ ബാലഭവനിൽ ഇത്തവണ കളിവീട് ഒരുക്കിയിരിക്കുന്നത്. 4 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പ്രവേശനം. ജനവിധി 2019. തെരഞ്ഞെടുപ്പ് കാലമായാൽ മറ്റത്തൂരിലെ മലയോര ഗ്രാമമായ നായാട്ടുകുണ്ടിലെ ജനങ്ങൾക്ക് മുന്നണികളുടെ മുന്നിൽ വയ്ക്കാനുള്ളത് പട്ടയം വേണമെന്ന ആവശ്യമാണ്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ നാട്ടുകാർക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളതും ഈ ആവശ്യമാണ്. മറ്റത്തൂർ പഞ്ചായത്തിന്റെ വടക്കുകിഴക്കേ കോണിലാണ് മലയോര ഗ്രാമമായ നായാട്ടുകുണ്ട് സ്ഥിതി ചെയ്യുന്നത്. തോട്ടം തൊഴിലാളി കുടുംബങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള നായാട്ടുകുണ്ടിൽ 200ഓളം കുടുംബങ്ങളാണ് ഉള്ളത്. ഇവരിൽ മിക്കവരും 45 വർഷത്തിലധികമായി ഇവിടെ താമസിച്ചു വരുന്നവരാണ്. ആർക്കും തന്നെ ഇതുവരെ പട്ടയം ലഭിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് വിവിധ മുന്നണികൾ പട്ടയം ലഭ്യമാക്കാമെന്ന വാഗ്ദാനം ചെയ്യാറുണ്ടെങ്കിലും പിന്നീട് ഇക്കാര്യം വിസ്മരിക്കുകയാണ് പതിവെന്ന് പ്രദേശവാസികൾ പറയുന്നു. നേരത്തെ സഞ്ചാരയോഗ്യമായ റോഡുകൾ പോലും ഈ ഗ്രാമത്തിലേക്കുണ്ടായിരുന്നില്ല. പിന്നീട് വെള്ളിക്കുളങ്ങരയിൽ നിന്ന് നായാട്ടുകുണ്ടിലേക്ക് ടാറിംഗ് റോഡ് നിർമ്മിക്കുകയും വൈകാതെ ബസ് സർവീസ് ആരംഭിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ സഡക് യോജനയിൽ ഉൾപ്പെടുത്തി 3 വർഷം മുൻപ് കിഴക്കേ കോടാലിയിൽ നിന്ന് അമ്പനോളി വഴി നായാട്ടുകുണ്ടിലേക്ക് പുതിയ റോഡ് വന്നതോടെ നായാട്ടുകുണ്ട് നിവാസികളുടെ യാത്രാദുരിതം പരിഹരിക്കപ്പെട്ടു. എന്നാൽ ഭൂമിയുടെ ഉടമസ്ഥത തെളിയിക്കാനുള്ള പട്ടയം ഇപ്പോഴും ഇവർക്ക് സ്വപ്നമാണ്. ഹാരിസൺ മലയാളം പ്ലാന്റേഷനും വനം വകുപ്പിന്റെ തേക്കുതോട്ടവും അതിരിടുന്ന നായാട്ടുകുണ്ട് പ്രദേശത്തുള്ളവർ പട്ടയത്തിനായി മുറവിളി തുടങ്ങിയിട്ട് 10 പതിറ്റാണ്ടുകളായി. ജനങ്ങളുടെ ആവശ്യത്തെ തുടർന്ന് നായാട്ടുകുണ്ടിലെ കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നതിനുള്ള പ്രാരംഭ നടപടികൾ സർക്കാർ വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിവെച്ചിരുന്നു. ഇതനുസരിച്ച് സംസ്ഥാന വനം വകുപ്പും റവന്യൂ വകുപ്പും സംയുക്തമായി സർവേ നടത്തി ജോയിന്റ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര സർക്കാരിനും സമർപ്പിച്ചു. എന്നാൽ 1977 ശേഷം നായാട്ടുകുണ്ടിൽ താമസമാക്കിയവരുടെ പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അത് ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ റിപ്പോർട്ട് വേണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്രം JVR മടക്കി അയച്ചു. സംസ്ഥാന സർക്കാർ ഇടപെട്ട് ഇവർക്ക് പട്ടയം നൽകാനുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിലും ഇനിയും പട്ടയം യാഥാർത്ഥ്യമായിട്ടില്ല. 1977 ജനുവരി 1 മുൻപ് വനഭൂമി കൈവശപ്പെടുത്തിയവർക്കെല്ലാം പട്ടയം കൊടുക്കാനുള്ള അനുമതി നിലനിൽക്കുമ്പോഴും
അരനൂറ്റാണ്ടോളമായി ഇവിടെ താമസിക്കുന്നവരുടെ പട്ടയമോഹങ്ങൾ ഇപ്പോഴും ബാക്കിയാവുകയാണ്. TCV കൊടകര. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കില്ലെന്ന് മുൻ DGP ജേക്കബ് തോമസ്. ജേക്കബ് തോമസിന്റെ രാജി സർക്കാർ സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. ജേക്കബ് തോമസിന് പകരം മറ്റാരെയും സ്ഥാനാർത്ഥിയാക്കില്ലെന്ന് എറണാകുളം കിഴക്കമ്പലത്തെ 2020 വൃത്തങ്ങൾ അറിയിച്ചു. ചാലക്കുടിയിൽ മത്സരിക്കുന്നതിനായി ജേക്കബ് തോമസ് സർവീസിൽ നിന്ന് സ്വയം വിരമിക്കുന്നതിനുള്ള അപേക്ഷ നൽകിയിരുന്നു. IPS ഉദ്യോഗസ്ഥനായതിനാൽ സ്വയം വിരമിക്കലിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടത് കേന്ദ്ര തലത്തിലാണ്. എന്നാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതിയായ ഏപ്രിൽ 4-ന് മുമ്പ് വിരമിക്കലിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുവാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിലാണ് പിന്മാറ്റമെന്ന് ജേക്കബ് തോമസ് വ്യക്തമാക്കി. കേന്ദ്രത്തിലെ വർഗീയ ഫാസിസ്റ്റ് ഭരണത്തിനെ എതിർക്കാൻ കോൺഗ്രസിനെ കഴിയൂവെന്ന് TN പ്രതാപൻ. മൃദു ഹിന്ദുത്വവാദികളായ കോൺഗ്രസിന് ഒറ്റയ്ക്ക് BJPയുടെ ബദലാകാൻ കഴിയില്ലെന്ന് രാജാജി മാത്യു തോമസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച രാഷ്ട്രീയം പറയാം എന്ന സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു തൃശൂർ മണ്ഡലത്തിലെ ഇടത് വലത് സ്ഥാനാർത്ഥികൾ. നിലപാടുകൾ ചോദ്യോത്തരം എന്നിങ്ങനെ 2 ഘട്ടമായി നടന്ന സംവാദത്തിൽ അനുവദിച്ച ആദ്യ 10 മിനിറ്റ് സമയം ഇരുവരും തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കി. രാജ്യം കണ്ട ഏറ്റവും വലിയ വാഗ്ദാന ലംഘകരാണ് മോദി സർക്കാരെന്ന് പ്രതാപൻ പറഞ്ഞു. പാർലമെന്റിൽ പോലും വരാത്ത പ്രധാനമന്ത്രിയുടെ നിലപാട് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിച്ചെന്നും പ്രതാപൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ ബാധിച്ച ഓഖി, പ്രളയം എന്നിവയിൽ ഫലപ്രദമായ ഇടപെടൽ നടത്താൻ സാധിക്കാത്ത LDF സർക്കാരിന്റെ പ്രവൃത്തികളും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് പ്രതാപൻ കൂട്ടിച്ചേർത്തു. കോൺഗ്രസും UDFും ദേശീയതലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട അജണ്ട രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. BJPയും നരേന്ദ്രമോദി ഗവൺമെൻറ് രാജ്യം ഭരണം ഏറ്റെടുത്തപ്പോൾ ഉണ്ടായത് മുതലാണ് ഈ വിഭാഗീയതയും വർഗീയ ഫാസിസവും നമ്മുടെ രാജ്യത്ത് അപകടകരമായ രീതിയിൽ വളർന്നിട്ടുള്ളതും വലുതായിട്ടുള്ളതും. ആ വർഗീയ ഫാസിസത്തെ ചെറുക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അതിന് ദേശീയതലത്തിൽ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ്. ഭരണഘടന പോലും വെല്ലുവിളിക്കപ്പെടുന്ന ഇക്കാലഘട്ടത്തിൽ ഭരണഘടനയെ സംരക്ഷിച്ച് നിലനിർത്തുകയാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യമെന്ന് രാജാജി മാത്യു തോമസ് പറഞ്ഞു. സ്വന്തം തടി രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തിയതെന്നും രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രിയാകണമെന്ന ഒരു ദുർവാശിയും ഇടതുപക്ഷത്തിനില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ കാലഹരണപ്പെട്ട തെരഞ്ഞെടുപ്പ് സംവിധാനം മാറണം. ഇത് മാറാത്തതിന്റെ ഫലമാണ് രാജ്യത്താകമാനമായി കുറഞ്ഞ ശതമാനം വോട്ട് കിട്ടിയിട്ടും BJP ഭരണത്തിൽ ഇരിക്കുന്നതെന്ന് രാജാജി കൂട്ടിച്ചേർത്തു. നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന മനുഷ്യാവകാശങ്ങളും മൗലികാവകാശങ്ങളും പൗരാവകാശങ്ങളും സംരക്ഷിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇതിനെല്ലാം എതിരെ കടുത്ത വെല്ലുവിളി ഉയരുന്ന ഈ മൂല്യങ്ങളൊക്കെ ചവിട്ടി മെതിക്കുന്ന ഒരു ഭരണമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണം. ആ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യണം. അതുതന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളെല്ലാം പിടിക്കുന്ന മുദ്രാവാക്യം. അത് മുഖ്യ പ്രതിപക്ഷമെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ്സിന് സാധ്യമാണ്. കോൺഗ്രസ്സിന് സാധ്യമല്ല എന്നാണ് ഇന്ത്യയിലെ യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മളെ തെളിയിക്കുന്നത്. അവർ തീവ്ര ഹിന്ദുത്വവാദത്തെ അംഗീകരിക്കുമ്പോൾ ഇവിടെ മൃദു ഹിന്ദുത്വവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് നമ്മുടെ രാജ്യത്തെ തള്ളിവിടുന്നതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും കോൺഗ്രസ്സിന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതൊരു വിഷയമേ അല്ലെന്നായിരുന്നു ഇരുവരും ഒരേ സ്വരത്തിൽ മറുപടി നൽകിയത്. കേരളത്തിൽ കോൺഗ്രസിനെ എതിർക്കുന്ന ഇടതുപക്ഷം തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് വോട്ട് പിടിക്കുന്നത് ഇരട്ടത്താപ്പല്ലേ എന്ന ചോദ്യത്തിന് അത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ തന്ത്രമാണെന്നായിരുന്നു രാജാജിയുടെ മറുപടി. MP ആയാൽ I ഗ്രൂപ്പിൽ തുടരുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ചിരിച്ച് കൈകൂപ്പി പ്രതാപൻ ഒഴിഞ്ഞുമാറി. അതേസമയം തൃശൂരിൽ പ്രതാപൻ വിജയിക്കുമോ എന്ന് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ രാജാജിയുടെ അഭിപ്രായം ആരാഞ്ഞ മാധ്യമപ്രവർത്തകന്റെ ചോദ്യവും ഇതിന് രാജാജിയുടെ മറുപടിയും സദസ്സിലാകെ ചിരി പടർത്തി. പ്രതാപനെ എൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് ഇത് ചോദിക്കണോ? ഒരു വിജയസാധ്യതയില്ല എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. പ്രസ് ക്ലബ് പ്രസിഡന്റ് K പ്രഭാത്, വൈസ് പ്രസിഡന്റ് TR റസിയ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. TCV തൃശൂർ. എല്ലാ തെരഞ്ഞെടുപ്പുകളും ചില മുദ്രാവാക്യങ്ങൾ കാലത്തിന് സമ്മാനിക്കാറുണ്ട്. തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇടം പിടിച്ച മുദ്രാവാക്യങ്ങളുമായി ചുവരെഴുത്തുകൾ.
1967 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഉയർത്തിയ മുദ്രാവാക്യമാണിത്. അവകാശങ്ങൾ ചോദിച്ചാൽ അടിച്ചമർത്തും കോൺഗ്രസെ, അരിവാൾ ചുറ്റിക നക്ഷത്രം, പൊന്നരിവാളും ദാനിക്കതിരും, അതാണ് നമ്മുടെ വോട്ടടയാളം എന്ന മുദ്രാവാക്യം പൂരനഗരി ഏറ്റുപാടി. CPIM-ന്റെ ചിഹ്നം അരിവാളും ചുറ്റിക നക്ഷത്രവും CPI-യുടെ ചിഹ്നം അരിവാളും ദാനിക്കതിരായിരുന്നു. അന്ന് വിളിച്ച ചിഹ്നങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് വിളിച്ച മുദ്രാവാക്യം ഇതായിരുന്നു: അരിവാൾ ചുറ്റിക നക്ഷത്രം, പൊന്നരിവാളും ധാന്യക്കതിരും, അതാണ് നമ്മുടെ വോട്ടടയാളം. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചാണ് ആ വർഷം നടന്നത്. തൃശൂർ ലോക്സഭാ സീറ്റിൽ CPI സ്ഥാനാർത്ഥിയും നിയമസഭാ സീറ്റിൽ CPM സ്ഥാനാർത്ഥിയും മത്സരിച്ചതിനാലാണ് മുദ്രാവാക്യങ്ങളിൽ 2 വോട്ടടയാളം ഇടം പിടിച്ചത്. പൊളിറ്റിക്കൽ ഡെസ്ക് TCV. അട്ടപ്പാടിയിൽ നിന്നും ചുരമിറങ്ങി കുന്നംകുളം സരസിലെത്തിയ വനസുന്ദരിക്ക് ആരാധകരേറെയാണ്. പ്രകൃതിദത്തമായ ചേരുവകൾ ചേർത്തൊരുക്കുന്ന രുചികരമായ ചിക്കൻ വിഭവമാണ് വനസുന്ദരി. അട്ടപ്പാടിയിലെ ദൈവകുണ്ടൂരിലെ ഇരുള വംശജരാണ് വനസുന്ദരിയെ ഒരുക്കുന്നത്. നല്ല നാടൻ പച്ചക്കുരുമുളകും കാന്താരിയും കറിവേപ്പിലയും മേമ്പൊടിയായി അല്പം ജീരകയിലയും പുതിനയിലയും ചേർത്ത് പൊരിച്ചെടുത്ത ചിക്കൻ രുചിച്ചാൽ പിന്നെ ഓണവും വലിയ പെരുന്നാളും ഒന്നിച്ചുകൂടിയ ആവേശമാണ്. മറ്റുള്ള ചിക്കൻ വിഭവങ്ങളെ അപേക്ഷിച്ച് വനസുന്ദരിയെ വ്യത്യസ്തമാക്കുന്നത് ഹെർബൽ എന്ന പ്രത്യേകതയാണ്. അതുതന്നെയാണ് ഈ വിഭവത്തിനായി ആവശ്യക്കാരെ മണിക്കൂറുകളോളം ക്യൂവിൽ നിർത്തുന്നതും. സിജി, പൊന്നി, ലക്ഷ്മി, മല്ലിക, നഞ്ചി തുടങ്ങിയ അട്ടപ്പാടിയിലെ സുന്ദരികളാണ് വനസുന്ദരിയുടെ രുചിക്കു പുറകിൽ. ഇത് 2ാം തവണയാണ് സരസിലൂടെ വനസുന്ദരി ഭക്ഷണപ്രിയരെ കൈയിലെടുക്കുന്നത്. 2018 പട്ടാമ്പിയിൽ വെച്ച് നടന്ന സരസ് മേളയിലും വനസുന്ദരി താരമായിരുന്നു. കുന്നംകുളത്തെ സരസിലും കുട്ടികൾക്കും പ്രായമായവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാവുകയാണ് വനസുന്ദരി. TCV കുന്നംകുളം. കുന്നംകുളത്ത് നടക്കുന്ന സരസ് മേളയിൽ ശ്രദ്ധയാകർഷിച്ച് കോഴിക്കോട് നിന്നുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഒരുക്കിയ ജ്യൂസ് കൗണ്ടർ. കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് 2 വർഷം മുൻപ് 10 ട്രാൻസ്ജെൻഡേഴ്സ് അംഗങ്ങൾ ചേർന്ന് പുനർജന്മം എന്ന പേരിൽ യൂണിറ്റ് രൂപീകരിച്ചത്. ഇതിൽ നിന്നും 4 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കഫേ കുടുംബശ്രീക്ക് ഇവർ തുടക്കമിട്ടു. ഇവരാണ് ഇന്ന് മേളയിലെ പ്രധാന താരങ്ങൾ. കോഴിക്കോട് സ്വദേശികളായ ട്രാൻസ്ജെൻഡേഴ്സായ മോനിഷ ശേഖർ, അലീന ജോസഫ്, വർഷ നന്ദിനി, ഷംന കാസിം എന്നിവരുടെ നേതൃത്വത്തിലാണ് ജ്യൂസ് കൗണ്ടർ പ്രവർത്തിക്കുന്നത്. ഇവരുടെ കൈകളിൽ നിന്ന് കൊതിയൂറുന്ന രുചികളിൽ പെയ്തിറങ്ങുന്ന വൈവിധ്യങ്ങളായ ജ്യൂസുകൾ കഴിക്കാൻ ഭക്ഷ്യമേഖലയിലെ കൗണ്ടറിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. കേരളത്തിലെ പ്രധാന മേളകളിലെല്ലാം തന്നെ പുനർജന്മം കുടുംബശ്രീയുടെ നിറസാന്നിധ്യമുണ്ട്. തൃശൂരിൽ കഴിഞ്ഞ വർഷം നടന്ന സംസ്ഥാന കലോത്സവത്തിൽ 2 ദിവസത്തെ സ്റ്റാളിൽ നിന്നും 3 ലക്ഷം രൂപയുടെ വരുമാനമാണ് ഇവർ ഉണ്ടാക്കിയത്. 7 തരം നെല്ലിക്ക ജ്യൂസുകൾ, വിവിധ ഫ്രഷ് ലൈമുകൾ, വെറൈറ്റി ഫ്രഷ് ജ്യൂസുകൾ എന്നിവ രുചി വൈവിധ്യങ്ങളോടെ ഇവരുടെ കൗണ്ടറിൽ ലഭിക്കുന്നു. ട്രാൻസ്ജെൻഡറുകൾക്കായി 12 സൂക്ഷ്മ സംരംഭങ്ങൾ കുടുംബശ്രീക്ക് കീഴിലുണ്ട്. കുന്നംകുളത്തെ മേളയിലെത്തുന്ന സാധാരണക്കാർക്ക് ഇവരുടെ ഈ കൂട്ടായ്മയും തൊഴിൽ മേഖലയും പുതിയൊരു കാഴ്ച വിരുന്നാണ് ഒരുക്കുന്നത്. TCV ന്യൂസ് കുന്നംകുളം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണിക്കിണർ വറ്റിച്ച് വൃത്തിയാക്കാനുള്ള തീരുമാനം കടുത്ത ജലക്ഷാമം കണക്കിലെടുത്ത് മാറ്റിവെച്ചു. ഈ മാസം 5-നാണ് മണിക്കിണർ വറ്റിക്കാൻ തീരുമാനിച്ചിരുന്നത്. തീരുമാനം മാറ്റിയതോടെ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നതും ഒഴിവാക്കി. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ മണിക്കിണർ വറ്റിക്കുന്നത് സംബന്ധിച്ച് ആലോചിക്കാൻ ചേർന്ന അടിയന്തര ഭരണസമിതി യോഗമാണ് പുതിയ തീരുമാനമെടുത്തത്. ഈ അവസ്ഥയിൽ മണിക്കിണർ വറ്റിക്കുകയാണെങ്കിൽ ഏകദേശം 15 ദിവസത്തോളം പുറത്തുനിന്ന് വെള്ളം എടുക്കേണ്ടതായി വരുമെന്നും യോഗം വിലയിരുത്തി. കാലവർഷത്തിന് മുന്നോടിയായി മെയ് അവസാന വാരത്തോടെയായിരിക്കും മണിക്കിണർ വറ്റിക്കുക. ഒരു ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. ചേലക്കര പരക്കാട് തൊഴുപ്പാടം റോഡിൽ ആൽമരം കടപുഴകി റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു.
മരം വൈദ്യുതി തൂണുകൾക്ക് മുകളിലേക്ക് വീണതിനാൽ പ്രദേശത്ത് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. വൈദ്യുതി പോസ്റ്റുകൾ മറിഞ്ഞു വീഴുകയും വൈദ്യുതി കമ്പികൾ റോഡിലൂടെ വന്ന ബൈക്കിന് മുകളിലേക്ക് വീഴുകയുമായിരുന്നു. ബൈക്ക് മറിഞ്ഞെങ്കിലും യാത്രക്കാരായ യുവാക്കൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വർഷങ്ങൾ പഴക്കമുള്ള ആൽമരമാണ് കടപുഴകി വീണത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ ദുരന്തം തലനാരിഴയ്ക്കാണ് വഴിമാറിയത്. റോഡിലൂടെ കടന്നുപോയ ബസ് അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പിന്നീട് മരം മുറിച്ചു നീക്കി. നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രക്കുളത്തിൽ നീന്തൽ പരിശീലിപ്പിക്കുന്നത് BJP പ്രവർത്തകർ തടഞ്ഞു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് വടക്കാഞ്ചേരി ഫയർഫോഴ്സാണ് നീന്തൽ പരിശീലിപ്പിക്കുന്നത്. ജലാശയങ്ങളിൽ കുട്ടികളുടെ മുങ്ങിമരണങ്ങൾ അധികരിച്ച സാഹചര്യത്തിലാണ് കേരള ജലസുരക്ഷാ മിഷന്റെ ഭാഗമായി സൗജന്യമായി വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നത്. ദേവസ്വം ഓഫീസറുടെ അനുമതിയോടെയാണ് നീന്തൽ പരിശീലനം ആരംഭിച്ചത്. എന്നാൽ വിവരമറിഞ്ഞെത്തിയ BJP പ്രവർത്തകർ പരിശീലനം തടയുകയായിരുന്നു. ക്ഷേത്രകുളത്തിൽ നീന്തൽ പരിശീലനം അനുവദിക്കില്ലെന്ന് അറിയിച്ചാണ് തടഞ്ഞത്. നീന്തൽ പരിശീലനത്തിന് പഞ്ചായത്ത് കുളങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ക്ഷേത്ര തീർത്ഥക്കുളം തെരഞ്ഞെടുത്തത് പ്രതിഷേധാർഹമാണെന്നും ഇതിനെതിരെ ദേവസ്വം ബോർഡിന് പരാതി നൽകുമെന്നും BJP എരുമപ്പെട്ടി പഞ്ചായത്ത് മേഖലാ പ്രസിഡന്റ് രാജേഷ് കുമാർ അറിയിച്ചു. വെള്ളിക്കുളങ്ങര മോനടിയിൽ യുവാവിനെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മോനടി നായംകുളത്ത് വീട്ടിൽ ശ്രീധരന്റെ മകൻ 30 വയസ്സുള്ള സന്തോഷാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി വീട്ടുമുറ്റത്ത് വിശ്രമിച്ചിരുന്ന യുവാവിനെ പിന്നീട് കാണാതാവുകയായിരുന്നു. വീട്ടുകാരും സമീപവാസികളും ചേർന്ന് തിരച്ചിൽ നടത്തിയപ്പോഴാണ് മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയത്. കിണറിന്റെ ആൾമറയിലിരിക്കുമ്പോൾ അബദ്ധത്തിൽ വീണതാണെന്ന് കരുതുന്നു. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വെള്ളിക്കുളങ്ങര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശീയപാത അതോറിറ്റി അന്നും ഇന്നും അഴിമതിക്കാരാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. ദേശീയപാത അലൈൻമെന്റിനെതിരെ വലപ്പാട് ആനവിഴുങ്ങി കോളനി നിവാസികൾ നടത്തുന്ന സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സമരപന്തൽ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വേണ്ടി നിർദ്ദിഷ്ട പാതയുടെ അലൈൻമെന്റിൽ തന്നെ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ജില്ലയിലെ തീരപ്രദേശങ്ങളിലെ ദേശീയപാത വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാണിച്ച് മുഖ്യമന്ത്രിക്ക് താൻ കത്ത് നൽകിയെങ്കിലും മറുപടി ഉണ്ടായില്ല. ജനങ്ങൾ ഉന്നയിക്കുന്ന ന്യായവും മാനുഷികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാത്തത് ദുഃഖകരമാണ്. ദേശീയപാത അതോറിറ്റിക്കെതിരെ ജനവികാരം ഉയർത്താൻ TN പ്രതാപനെ പോലുള്ള നേതാക്കൾക്ക് കഴിയുമെന്നും VM സുധീരൻ സമരക്കാരോട് പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ, ആനവിഴുങ്ങി സമരസമിതി നേതാക്കളായ KH മിഷോ, CK പീതാംബരൻ, പ്രീത താമി എന്നിവരും സമരപന്തലിൽ ഉണ്ടായിരുന്നു. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ അന്താരാഷ്ട്ര ഓട്ടിസം ദിനാഘോഷം ഒരുമ 2019 സംഘടിപ്പിച്ചു. തെക്കേ ഗോപുരനടയിൽ ഓട്ടിസം ബോധവൽക്കരണ കലാപരിപാടികൾ അരങ്ങേറി. ദിനാഘോഷത്തോടനുബന്ധിച്ച് നടന്ന യോഗം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു. ശിശുക്ഷേമ സമിതി സംസ്ഥാന ട്രഷറർ G രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പിന്നണി ഗായകൻ അനൂപ് ശങ്കർ, ബാലതാരം അലോക് യാദവ്, ഓട്ടിസം ശിശുക്ഷേമ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ KS വിജയലക്ഷ്മി, അഡ്വക്കേറ്റ് SP ദീപക്, MK പശുപതി തുടങ്ങിയവർ സംസാരിച്ചു. ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ പെരിങ്ങാവിൽ പ്രവർത്തിച്ചുവരുന്ന ഓട്ടിസം ചൈൽഡ് വെൽഫെയർ സെന്റർ സ്പെഷ്യൽ സ്കൂൾ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ഉന്നമനത്തിനായി ശ്രദ്ധേയമായ നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. മണ്ണു പര്യവേഷണ കേന്ദ്രവും സമഗ്ര ക്ഷീര കർഷക സംഘം പാനാൾ യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ ഏപ്രിൽ ഫുൾ ഏപ്രിൽ കൂൾ ആയി ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി തൃശൂർ ചെമ്പുക്കാവ് മിനി സിവിൽ സ്റ്റേഷനിൽ എത്തിയവർക്ക് സൗജന്യ സംഭാര വിതരണവും തൈകളുടെ വിതരണവും നടത്തി. തൃശൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ CJ ജയദേവനും ക്ഷീര കർഷകൻ PP പ്രകാശ് പാനാളും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മണ്ണ് പര്യവേഷണ അസിസ്റ്റന്റ് ഡയറക്ടർ V അബ്ദുൽ ഹമീദ് അധ്യക്ഷനായിരുന്നു. ഡെപ്യൂട്ടി ഡയറക്ടർ ബിന്ദു രാജഗോപാൽ, മണ്ണ് പര്യവേഷണ ഓഫീസർ MA സുധീർ ബാബു, ഡോക്ടർ തോമസ് അനീഷ് ജോൺസൺ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TM രാധാകൃഷ്ണൻ സ്ഥാനം രാജിവെച്ചു. CPM അംഗമായ TM രാധാകൃഷ്ണൻ LDF ധാരണ അനുസരിച്ചാണ് രാജിവെച്ചത്. ധാരണ അനുസരിച്ച് അവസാനത്തെ 17 മാസം CPI അംഗത്തിനാണ് പ്രസിഡന്റ് സ്ഥാനം നൽകുന്നത്. CPI അംഗം CG വിനോദ് പ്രസിഡന്റ് സ്ഥാനത്തെത്താനാണ് സാധ്യത. CPM അംഗമായ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സിന്ധു ജോയ് വിദേശത്ത് ജോലിക്ക് വേണ്ടി പോകുന്നതിന് രാജിവെച്ചിരുന്നു. ഇനി ആകെയുള്ള 15 അംഗങ്ങളിൽ 8 പേർ LDFും 5 അംഗങ്ങൾ UDFും 1 അംഗം BJPയുമാണ്.
കുന്നംകുളം ഭാവന തിയേറ്ററിൽ സിനിമാ ടിക്കറ്റ് എടുക്കുന്നത് സംബന്ധിച്ച തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. ഗുരുതരമായി പരിക്കേറ്റയാളെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാത്രി 9:30യോടെയായിരുന്നു സംഭവം. ലൂസിഫർ എന്ന സിനിമയുടെ ടിക്കറ്റ് എടുക്കാനെത്തിയ ഇയാൾ വരിയിൽ തിക്കിക്കയറി എന്നാരോപിച്ചായിരുന്നു തർക്കമുണ്ടായത്. പ്രധാന വാർത്തകൾ വീണ്ടും. തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ നേരിടും. NDAക്ക് പുതിയ സ്ഥാനാർത്ഥിയെ കാത്ത് പൂരനഗരി. UDF സ്ഥാനാർത്ഥികളായ TN പ്രതാപനും രമ്യ ഹരിദാസും ബെന്നി ബെഹന്നാനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാജാജി മാത്യുവിന്റെ പത്രികാ സമർപ്പണം ചൊവ്വാഴ്ച. ചാലക്കുടിയിൽ മത്സരിക്കില്ലെന്ന് ജേക്കബ് തോമസ്. മുപ്ലിപ്പുഴ വറ്റി വരണ്ടതോടെ മറ്റത്തൂർ കാരിക്കടവ് ആദിവാസി കോളനിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പുഴയിൽ കുഴിയുണ്ടാക്കി തെക്കിയെടുക്കുന്ന വെള്ളമാണ് ആദിവാസി കുടുംബങ്ങൾക്ക് ആശ്രയം. ഈ മാസം പകുതിയോടെ സംസ്ഥാനത്ത് വേനൽ മഴ എത്തുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. കരുവന്നൂരിൽ യുവാവിനും ദേശമംഗലത്ത് പോസ്റ്റ് വുമണിനും സൂര്യതപമേറ്റു. തൃപ്രയാർ തേവരുടെ എഴുന്നള്ളത്താനയായ ദേവസ്വം ബാലരാമൻ ചെരിഞ്ഞു. വിട പറഞ്ഞത് തേവരുടെയും ഭക്തരുടെയും പ്രിയപ്പെട്ട ആന. ബദൽ നയത്തോടു കൂടിയുള്ള സെക്യുലർ സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJPയെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കാൻ കോൺഗ്രസ് പര്യാപ്തമല്ലെന്നും മുഖ്യമന്ത്രി. പാലിയേക്കര ടോൾ പ്ലാസയിലെ ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ട് നടത്തിവന്ന ബസ് സമരം പിൻവലിച്ചു. ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.